പൊട്ടുന്ന സമയത്ത് നമ്മളെ വീടാണ് പുഞ്ചിരിമട്ടം പറഞ്ഞ സ്ഥലം. നമ്മളെ പുഞ്ചിരിമട്ടത്താണ് നമ്മളെ വീടുള്ളത്. വീട് പറഞ്ഞാൽ പൊട്ടി വന്നില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മളെ വീടുള്ളത്. ഞങ്ങൾ അതിൻ്റെ 2 ദിവസം മുന്നേ എൻ്റെ ഹസ്ബൻഡിന് ഒരു ഓപ്പറേഷൻ വേണ്ടി വരുന്നു. അത് ചെയ്യേണ്ട വരും പറഞ്ഞിട്ട് അങ്ങോട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം പറഞ്ഞാൽ മിൻസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി കഴിഞ്ഞതിൻ്റെ ശേഷം കൊണ്ടുവന്ന് കിടത്തി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് നമ്മളവിടെ എല്ലാം പൊട്ടിപ്പോയിക്കണം, ഒന്നുമില്ലയെന്ന്. പിന്നെ എൻ്റെ അനിയത്തിയും കുടുംബം അതിൻ്റെ താഴെയായിരുന്നു, കുറച്ച് ഞങ്ങൾ വീട്ടിൻ്റെ താഴെയായിരുന്നു. അവിടുന്ന് എൻ്റെ അനിയത്തിയും 2 മക്കളും അവളെ ഭർത്താവ് അമ്മായിമ്മയും മരിച്ചു പോയി. 2 ആളെ ബോഡിയെ കിട്ടിയിട്ടുള്ളൂ, മറ്റുള്ളവരെ ബോഡി കിട്ടിയിട്ടില്ല, അനിയത്തിൻ്റെ ബോഡി കിട്ടിയിട്ടില്ല. അതാണ് ഞങ്ങൾ ഇനി എന്താ പറയാമെന്നറിയില്ല. ഞങ്ങളെവിടെ പോയിട്ട് ജീവിക്കും എന്താണെന്നറിയില്ല. ഇപ്പോൾ ഒരു വാടക വീട് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ആ വാടകയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടോ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാടക അവർ 8000 എന്നൊക്കെയാണ് പറയുന്നത്. ഇനി എന്താണെന്നൊന്നുമില്ല, ശരിക്കുള്ളതായിട്ട് 8000 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഇത് കിട്ടിയ ഞങ്ങൾക്ക് എന്താ ഒരു കാര്യം അറിയാം. ഞങ്ങൾ മുണ്ടക്കയിൽ ഹിന്ദു മുസ്ലിം നോക്കാതെ ക്രിസ്ത്യാനി നോക്കാതെ എല്ലാവരും ഒരു കെട്ടായിട്ട് ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ഞങ്ങൾക്ക് എവിടെയെങ്കിലും സർക്കാർ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ തന്നെ ഒരുമിച്ച് കിട്ടാനും ഞങ്ങൾക്ക് പള്ളിയും അമ്പലവും എല്ലാം ഒരുമിച്ചിട്ട് സ്കൂളും എല്ലാം ഒന്നിച്ച് കിട്ടാനുള്ള സർക്കാരിലേക്ക് എന്തെങ്കിലും നടപടി എടുക്കണം. എന്താ വെച്ചാൽ അത്ര ഒരുമയോടെ കഴിയണ മുണ്ടക്കൈ ഡിവിഷന് ഇതാണ്. മുണ്ടക്കൈനാണ് ഞങ്ങളുള്ളത് പുഞ്ചിരിമട്ടം. അതിനുള്ള സർക്കാർ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ എല്ലാവരും ഒന്ന് ആവശ്യപ്പെടും. ഞങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാവർക്കും ഒന്ന് ഒരുപോലെ ഇനി കിട്ടണം, അതുപോലെ ഞങ്ങൾ ജീവിച്ച് പോകണം. അങ്ങനത്തെ ഒരു ജീവിതമാണ് ഞങ്ങൾ മുണ്ടക്കൈയിൽ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത്. പുഞ്ചിരിമട്ടം പറഞ്ഞാലും ഞങ്ങൾ മുണ്ടക്കൈക്ക് വന്നാലും എസ്റ്റേറ്റ് തൊഴിലാളിയാണ്. ഞാൻ ഒരു എസ്റ്റേറ്റ് തൊഴിലാളിയാണ്. എസ്റ്റേറ്റിൽ പണിയെടുത്ത് ഇനി 6 വർഷം കൂടിയേ ഉള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ച് പോകുന്നത്.